കൊല്ലം ജില്ലാ പഞ്ചായത്തിന് ഇനി യുവത്വത്തിന്റെ മുഖം കൂടിയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ SR അരുൺ ബാബുവാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്നത്. അതിവേദന അഭിനന്ദനങ്ങൾ. പുതിയ ചുമതലയാണ്. യുവത്വത്തിന്റെ മുഖം കൂടിയായി മാറുകയാണ്. എങ്ങനെയുണ്ട്? കൊല്ലം ജില്ലാ പഞ്ചായത്ത് വളരെ പാരമ്പര്യവും ചരിത്രവുമുള്ള ഒരു ജില്ലയാണ്. നമ്മുടെ ജില്ലയുടെ ആ പാരമ്പര്യവും പ്രൗഢിയും ചരിത്രവും നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് നിന്ന് കിട്ടിയ അനുഭവം കൂടി അത് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കൊരു ഊർജം പകരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. തുടർച്ചയായിരിക്കുമോ, പുതിയ ആശയമായിരിക്കുമോ? തീർച്ചയായിട്ടും ഒരു വികസനത്തിന്റെ ക്ഷേമത്തിന്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും. ആ തുടർച്ചയോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുടെ ജനങ്ങളുടെ ക്ഷേമം, വികസനം, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും മനോഹരമായ പ്രകൃതി, ആ പ്രകൃതിയും മനോഹരമായ നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുതിയ കാഴ്ചപ്പാടുകൾ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികളുമായി, ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏതിനായിരിക്കും ആദ്യം പ്രയോറിറ്റി നിൽക്കുക? കാരണം തൊഴിലവസരങ്ങളുടെ വലിയ അപര്യാപ്തത നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുന്ന പുതിയ പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ മാലാകക്കൂട്ടം അടക്കമുള്ള നിരവധി പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് സ്കിൽഡ് ലേബർമാരെ കണ്ടെത്തുന്നതിന്, വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നിരവധിയായിട്ടുള്ള തൊഴിൽ മേഖലകളുണ്ട്, വൈദഗ്ധ്യം നിറഞ്ഞ തൊഴിലാളികളുണ്ട്. പക്ഷേ ഇവരെ കൃത്യമായി വിന്യസിക്കുന്നതിനകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആധുനിക ഈ ശാസ്ത്ര സാങ്കേതിക വിവര സാങ്കേതിക മേഖലകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ കൃത്യമായി വിന്യസിക്കുന്നതിനും അവർക്ക് അവരുടെ സാധ്യതകളും കഴിവും എല്ലാം പ്രയോജനപ്പെടുത്തുന്നതിനും അതിൻ്റെ തൊഴിൽ കൃത്യമായി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. അതോടൊപ്പം തന്നെ പുതിയ തൊഴിൽ സാധ്യതകൾ, നമ്മുടെ ജില്ല ഏറ്റവും പരമ്പരാഗത വ്യവസായ മേഖലയുടെ ഒരു ഈറ്റില്ലമാണ്. അപ്പോൾ ആ പരമ്പരാഗത വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ആധുനികവൽക്കരണവും പുതിയ തൊഴിൽ സാധ്യതകളും നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടത്തും. അതുപോലെ ടൂറിസം മേഖല വലിയ സാധ്യതയുള്ള മേഖലയാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചത്. അത് കാർഷിക മേഖലയുമായി ക്ലബ്ബ് ചെയ്യാൻ കഴിയുന്ന നിരവധി സാധ്യതകളുണ്ട്. മലയോരവും ഇടനാടും തീരദേശവും എല്ലാമുള്ള ടൂറിസത്തിന്റെ പ്രകൃതിയുടെ ഏറ്റവും നല്ല മനോഹരമായ ഒരു നാട് കൂടിയാണ്. ആ പ്രകൃതിയുടെ മനോഹാരിതയെ, നമ്മുടെ കാലാവസ്ഥയെ, നമ്മുടെ ഈ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസം പദ്ധതികൾ അടക്കമുള്ള നമ്മുടെ ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുകയും അത്തരം ഇടങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികളും പ്രചരണവും ഇതിനോടൊപ്പം സംഘടിപ്പിക്കണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ശരണർക്കും ആരംഭഹീനർക്കും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. സൈനികം പോലൊരു സംഘടന തന്നെ സ്വന്തമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതിൽ കൂടുതൽ ഒരു പ്രാധാന്യം നൽകുമോ? കാരണം നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഓച്ചിറടക്കമുള്ള സ്ഥലങ്ങളുള്ളത്. ഏറ്റവും കൂടുതൽ അനാഥത്വം പേറുന്നവർ അവിടെയാണുള്ളത്. അത്തരമൊരു രീതിക്ക് മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും. നമ്മുടെ കേരളത്തിൽ തന്നെ ഈ വയോജന സൗഹൃദമായ ഒരു ജില്ലയായിട്ട് കൊല്ലത്തിനെ കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ ഗാന്ധി ഭവൻ, കലയപുരം ആശ്രയ, ഇപ്പം ഞങ്ങൾ തന്നെ നടത്തുന്ന സായന്തനം, അതുപോലെ തന്നെ ഈ ഓച്ചിറയിൽ ഉൾപ്പെടെയുള്ള ഒരു വയോജന സൗഹൃദ ജില്ലയാണ് കൊല്ലം. അവരെ എപ്പോഴും ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള വ്യക്തികളും സംഘടനകളും അതുപോലെ തന്നെ കൂട്ടായ നിരവധിയായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നൊരു ജില്ലയാണ്. അപ്പം അതിനൊരു കേന്ദ്രീകൃത ഏകീകൃത സ്വഭാവം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വയോജന സൗഹൃദമായ അന്തരീക്ഷത്തെ രൂപപ്പെടുത്തുക, അവരുടെ മാനസിക ഉല്ലാസം അതിനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ വയോജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിനോടൊപ്പം തന്നെ യുവജന സൗഹൃദപരമായിട്ടുള്ള, സ്ത്രീ സൗഹൃദപരമായിട്ടുള്ള, കുട്ടികൾക്ക് അവരെ ചേർത്ത് നിർത്തുന്ന നിരവധി പദ്ധതികളുമായിട്ട് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സമൂഹത്തിന്റെ വിപത്തായ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ജില്ലാ പഞ്ചായത്തിന് തുടക്കം കുറിക്കാൻ കഴിയുമല്ലോ. സ്വാഭാവികമായും ഒരു ചെറുപ്പനിരയാണ് അധികാരത്തിലേക്ക്. തീർച്ചയായിട്ടും ഈ ജില്ലാ പഞ്ചായത്ത്, ആ ചോദ്യം വളരെ നല്ലതാണ്. ഈ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി മുന്നോട്ട് വെക്കുന്നത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. ആ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം കളിയിടങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നാണ്. യൗവനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പോരാട്ടം ആരംഭിക്കണമെന്നാണ്. അതിന് എല്ലാ പ്രദേശങ്ങളിലേക്കും കളിയിടങ്ങൾ, ചെറുപ്പക്കാർക്കുള്ള കളിയിടങ്ങൾ രൂപപ്പെടുത്തുക, അവർക്ക് അതിന് വേണ്ടുന്ന എല്ലാവിധമായ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക. അപ്പോൾ നേരത്തെ എല്ലാ സ്പോർട്സ് കിറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം നേരത്തെ ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും. അപ്പോൾ കളിയിടങ്ങളെയും യുവജന സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷത്തെ, ലഹരിയാകാം ജീവിതത്തോട് എന്ന മുദ്രാവാക്യം, ലഹരിയാകാം കളിയിടത്തോട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കലയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും കളിയിടങ്ങളെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് പ്രത്യേകമായ ഇടപെടൽ തന്നെ നടത്തുമെന്നുള്ളതാണ്
പറയാനുള്ളത്. വലിയ ദൗത്യമാണ് കന്നി അംഗത്തിൽ നിന്ന് വൈസ് പ്രസിഡന്റായി എത്തുക. സ്വാഭാവികമായും കൊല്ലം ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ പാരമ്പര്യം അവകാശപ്പെടുന്നതാണ്. വായനയുടെ കാര്യത്തിലായാലും സംസ്കാരത്തിന്റെ ഭാഗത്തിലായാലും ആ വലിയ ഭരിച്ച ഉത്തരവാദിത്വം തന്നെയല്ലേ? തീർച്ചയായിട്ടും ആ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും എല്ലാ കാലത്തും ഒരു ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള നേതൃത്വമായിരുന്നു. അപ്പോൾ ആ നിലയിൽ തന്നെ അതിന്റെ ഒരു തുടർച്ച തന്നെ അത് ഉണ്ടാകും. അത് ഭാവനാ സമ്പന്നമായി തന്നെ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ കലയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും കായിക മേഖലയും എല്ലാ കാലത്തും കൊല്ലം ചേർത്ത് നിർത്താനുണ്ട്. അതിന് നിരവധി മാതൃകകളുണ്ട്. ആ മാതൃകകൾ ഇപ്പൊ നാടകത്തിന്റെ ആയാലും കഥാപ്രസംഗത്തിന്റെ ആയാലും കഥകളിയുടെ ആയാലും സിനിമയുടെയും കളിയിടങ്ങളിലും എല്ലാം വിനോദ മേഖലയിലും എല്ലാം വലിയ സംഭാവന നൽകിയിട്ടുള്ള ജില്ലയാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. അതുപോലെ വായന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ലൈബ്രറികൾ അതിനെ ആധുനിക കാലഘട്ടത്തിന്റെ സാധ്യതകളെ കൂടി ശാസ്ത്ര സാങ്കേതിക വിവര സാങ്കേതിക മേഖലയിൽ നേടിയെടുത്ത നേട്ടങ്ങൾ കൂടി ഈ വായനശാലകളുടെ ഡിജിറ്റലൈസേഷൻ, ഇപ്പോൾ ഹ്യൂമൻ ലൈബ്രറി എന്നൊരാശയം ലോകത്ത് തന്നെ ശക്തിപ്പെടുമ്പോൾ ആളുകൾ നേരിട്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ പുതിയ തലമുറയോട് പങ്കുവെക്കുന്ന ഹ്യൂമൻ ലൈബ്രറി അടക്കമുള്ള നിരവധി നവീനമായ ആശയങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പദ്ധതികളുമായിട്ട് ഈ മേഖലയിൽ മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രയോറിറ്റി സമൂഹം നേരിടുന്ന വെല്ലുവിളികളായിരിക്കും, ലഹരി അടക്കമുള്ള വിഷയങ്ങളായിരിക്കും. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ജില്ലാ പഞ്ചായത്ത് നേതൃത്വം നൽകും. ഒപ്പം ആ കൊല്ലത്തെ സംസ്കാരം അത് നിലനിർത്തുന്നതിനും ആ പാരമ്പര്യം തുടർന്നു പോകുന്നതിനും ആവശ്യമായ തൊഴിലിടങ്ങൾ കൂടി സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു മാറ്റത്തിനാണ് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നതെന്നാണ് ആ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട SR അരുൺബാബു വ്യക്തമാക്കുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.